ടാൻ ടാൻ. പിന്നെ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നു. അപ്പോൾ ഇന്ന് ബാക്ക് ടു ഹോം. അപ്പോൾ ഇന്ന് വീട്ടിൽ പോണതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഇന്ന് എക്സാം ഉണ്ട്. എന്തിനാ ഈ വെള്ളിയാഴ്ചകളിൽ ഈ ടീച്ചർമാർ എക്സാം വയ്ക്കുന്നത്? ഒരു അഭ്യർത്ഥനയാണ്, ഇനിയെങ്കിലും എക്സാം വെള്ളിയാഴ്ചകളിൽ വയ്ക്കുന്നത്. വെള്ളിയാഴ്ച വീട്ടിൽ പോകേണ്ട കുട്ടികളുണ്ട്. പക്ഷേ ഞങ്ങളുടെ ടീച്ചർ അതും കേൾക്കില്ല. ടീച്ചർ HOD പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കില്ല. അതുകൊണ്ട് ഇന്ന് എക്സാം മാറ്റി വെച്ചില്ല. ഞാൻ ടീച്ചറെ കാലും കൈയും പിടിച്ച് വയ്ക്കും. പക്ഷേ ടീച്ചർ പറഞ്ഞു ഒരു മൊഡ്യൂൾ എക്സാം എഴുതാണ്ട് ഇൻറ്റേർണലാണ് നടക്കുന്നത്. അതിന് പകരം നമ്മൾ ഫസ്റ്റ് ഇൻറ്റേർണൽ എല്ലാ മൊഡ്യൂളും കൂടി എഴുതണം. അതിനും നല്ലത് ഇപ്പോൾ എഴുതി എന്തെങ്കിലും പാസ്സാവാണെങ്കിൽ പാസ്സായിക്കോട്ടെ വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഗായ്സ്, നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ. അയ്യോ, ആ ട്രെയിൻ പോയില്ല. ഞാൻ കയറി അതിൽ. അപ്പോൾ അങ്ങനെ സീറ്റ് കിട്ടിയിരുന്നില്ല. ഇപ്പം എന്താ സീറ്റിലിരിക്കണമെന്ന് ചോദിക്കണ്ട. പിന്നെയാണ് സീറ്റ് കിട്ടിയത്. ഈ കുട്ടി എൻ്റെ ഒപ്പം അൺഎക്സ്പെക്റ്റഡായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അതാണ് നമ്മൾ പറയുന്നത്, പെട്ടെന്ന് ഒരാളായിട്ട് സിങ്കാവും നമ്മൾ. പെട്ടെന്ന് നമ്മൾ സംസാരിച്ച് അവളും ബ്ലാ 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 ആണ്, ഞാനും നന്നായി സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സിങ്കായി. അത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി തൃശ്ശൂരിൽ നിന്ന് എടപ്പാൾക്ക് ബസ് കയറി നോക്കുമ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇടാൻ പോണേ ഉള്ളൂ. ഞാൻ കുടുകുടാന്ന് പറഞ്ഞാൽ ഓടിയില്ലേ. ഞാനാകെ ശശി. അപ്പോൾ അങ്ങനെ എനിക്ക് വിൻഡോ സീറ്റ് ആദ്യം കിട്ടിയിരുന്നില്ല. എനിക്ക് നല്ല സങ്കടമായിരുന്നു. ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് സൈഡ് സീറ്റിൽ നിന്ന് പാട്ട് കേൾക്കണം. അപ്പോൾ അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതേപോലെ പാട്ട് കേൾക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ കാഴ്ചകൾ കണ്ട് പാട്ടും കേട്ട് സമയം പോയതറിഞ്ഞില്ല. 6 മണിയായി, 7 മണിയായി. 7 മണിയായപ്പോൾ ഞാൻ എവിടെ എത്തി? എടപ്പാളിലെത്തി. എടപ്പാളിലെത്തിയപ്പോൾ ഈ വണ്ടിയുടെ ഉടമസ്ഥനാണ് എൻ്റെ അച്ഛൻ. അയാളെ കാണാനില്ല. അങ്ങനെ കിട്ടി ഗായ്സ്. അപ്പം അങ്ങനെ വീട്ടിൽ പോവാണ്. വീട്ടിൽ എന്തുണ്ടാകും? ഫുഡ്. നമ്മൾ എന്തിനാണ് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്? ഫുഡ്. അപ്പോൾ നമ്മൾ മമ്മാജി ഉണ്ടാക്കിയ നല്ല ഫുഡ് കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ മമ്മി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഒരു കിണ്ണം ചോറും 2 മീൻ വറുത്തും പിന്നെ മീൻ കൂട്ടാനും അച്ചാർ, നമ്മുടെ സ്പെഷ്യൽ അച്ചാർ, പിന്നെ പപ്പടം പിന്നെയാണ് കൊടുന്നു. പിന്നെ അത് കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ഇനിയും ഡേ ഇൻ മൈ ലൈഫ് വരും. ബൈ ഗായ്സ്.